മൂന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തന്നു, മൂന്നാമത്തെ കാര്യം സ്വന്തമായിട്ടൊരു ഭവനം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വന്തമായൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. എല്ലാവർക്കും വീടിനോട് വല്ലാത്ത ഒരാഗ്രഹമാണ്. ആണായാലും പെണ്ണായാലും എല്ലാവർക്കും വീടിനോടൊരു മോഹം. കാരണം വീടിനോട് ആഗ്രഹമില്ലാത്ത ആരുമില്ല. കയറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. കാരണം വീടിനോടുള്ള ആഗ്രഹം ഇന്നു മുതൽ തുടങ്ങിയതല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്തിനാ നിസ്കരിക്കുന്നേ? എന്തിനാ ഖുർആൻ ഓതുന്നേ? എന്തിനാ സദക്ക കൊടുക്കുന്നേ? എന്തിനാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നേ? ഇതെല്ലാം ഒരു വീട് കിട്ടുന്നതിന് വേണ്ടിയാ. നമ്മളെല്ലാവരും ഈ കഷ്ടപ്പെടുന്നത് ഒരു വീടിന് വേണ്ടി. ഏത് വീട്? അത് ദുനിയാവിലെ വീടല്ല, അത് നമ്മുടെ തറവാടായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നിന്ന് പറയും, നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാൻ വേണ്ടിയായി കഷ്ടപ്പെടുന്നേ. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ തറവാട്. നമ്മുടെ തറവാട്. ആ തറവാട്ടിൽ നിന്നാണ് നമ്മുടെ വാപ്പയെയും ഉമ്മയെയും അള്ളാഹു ഒരു അവസരത്തിൽ ഇറക്കി വിട്ടത്. നമ്മുടെ വാപ്പയും ഉമ്മയും ആ സ്വർഗത്തിലാ താമസിച്ച്. അവരവിടെയാണ് സന്തോഷത്തോടു കൂടി ഒരുപാട് കാലം കഴിഞ്ഞിരുന്നത്. ആ സ്വർഗത്തിൽ നിന്നാണ് നമ്മുടെ വാപ്പയെയും ഉമ്മയെയും അള്ളാഹു പുറത്താക്കിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ആ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ, ആ വീട്ടിലേക്ക് ചെല്ലണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് ഇത് മുഴുവനും നമ്മൾ ചെയ്യുന്നതെങ്കിൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തിനാ നമ്മൾ വീട് കെട്ടുന്നത്? വീട് കൊണ്ടുള്ള പ്രയോജനം എന്താ? വീട് കൊണ്ടുള്ള പ്രയോജനം എന്താ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീടെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് വീടിനെ കുറിച്ച് പറഞ്ഞത്, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വീടെന്ന് പറഞ്ഞാൽ സമാധാനം നൽകുന്ന ഒരിടമാണ്. വീടെന്ന് പറഞ്ഞാൽ ഒരു സമാധാനം നൽകുന്ന ഒരിടമാണ് നമ്മുടെ വീട്. എത്ര വലിയ തിരക്കുള്ള മനുഷ്യനാകട്ടെ, എത്ര വലിയ തിരക്കുള്ള മനുഷ്യനാണെങ്കിലും, യാത്ര ചെയ്യുന്ന മനുഷ്യനാണെങ്കിലും, ഇല്ല ഇനി അള്ളാഹുവിൻ്റെ കഅബാലയത്തിൽ ഉംറയ്ക്ക് പോകുന്ന മനുഷ്യനാണെങ്കിലും, ആ മനുഷ്യൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, അള്ളാഹുവെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്നെങ്കിൽ ഒരു സമാധാനം കിട്ടിയേനെ. എൻ്റെ പ്രിയമുള്ളവരെ, കാരണം വീട് സമാധാനം തരുന്നതാണ്. എല്ലാവരും പറയും, എത്ര തിരക്കുള്ളവരാണെങ്കിലും ഞാനും വയല് കഴിയും, ശനിയാഴ്ച ഇറങ്ങും, വ്യാഴാഴ്ച വന്ന് വീട്ടിൽ ചെന്നാൽ സമാധാനം ഒന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പോൾ വീട് സമാധാനം തരുന്ന ഒരിടമാണ്. എന്നാൽ നമുക്കെല്ലാവർക്കും വീടുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് സമാധാനം തരുന്നത് 2 നിലയുള്ള ലക്ഷങ്ങൾ കോടികൾ ചിലവഴിച്ചിരിക്കുന്ന വീടാ. എ സി റൂം, അള്ളാഹുവെ പടച്ചവനെ, മനോഹരമായ ലൈറ്റുകൾ, അള്ളാഹുവെ പടച്ചവനെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഗ്രാനൈറ്റുകൾ, എൻ്റെ പ്രിയമുള്ളവരെ നല്ല ഗാർഡൻ, വീടിൻ്റെ മുന്നിൽ മനോഹരമായ വാഹനങ്ങൾ, പടച്ചവനെ ചൈനയിൽ പോയി നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഫർണിച്ചറുകൾ, ഇതെല്ലാം ഇങ്ങനെ വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ നമുക്ക് സമാധാനം കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ഇതെല്ലാം നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ സമാധാനമില്ല, നമ്മുടെ വീട്ടിൽ സന്തോഷമില്ല. കിടക്കാൻ വീടുണ്ട്, നമുക്ക് മക്കളുണ്ട്, നമുക്ക് ഭാര്യയുണ്ട്, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിട്ട് നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നില്ല. അതിൻ്റെ കാരണമെന്താ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് 2 കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യനെ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവന് 2 കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം കൊടുക്കും. ആ 2 കാര്യങ്ങളിൽപ്പെട്ട ഒന്ന്, അള്ളാഹു അവന് വീട് വെക്കാൻ മോഹം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ, വീട് വെച്ച് മുടിയും എന്നാണ് അതിനർത്ഥം. കല്ലിനോടും മണ്ണിനോടുമുള്ള ആഗ്രഹം അള്ളാഹു കൊടുക്കും, വീട് പണിയാനുള്ള മോഹം കൊടുക്കും. എത്ര പേരുണ്ടെന്നറിയ, എത്ര കൊല്ലമെടുക്കുന്നൊരു വീട് പണിയാൻ. അവങ്ങനെ വീട് വെച്ച് തൻ്റെ സമ്പാദ്യം മുഴുവനും വീട് വെക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചു. ചിലർ ലോൺ എടുത്തിട്ട് വീട് വെച്ചിട്ട് മുടിയ, അങ്ങനെയുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തമായി ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കി അവസാനം ആ വീട്ടിലേക്ക് താമസം കയറുന്നതിൻ്റെ തലേ ദിവസം മരിച്ചുപോയ എത്ര പേരെ നമുക്കറിയാം. അവസാനം നാട്ടുകാരും കുടുംബക്കാരും വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് തൻ്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുടുംബക്കാർ പറയുന്നു,
സ്വന്തമായി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ, ഒരു മിനിറ്റെങ്കിലും ആ വീടിൻ്റെ അകത്ത് ആ ജനാസയൊന്ന് കയറ്റി വെച്ചിട്ട് പോകും. ഇതുപോലെ വളരെ മനസ്സിന് വല്ലാത്ത വേദനകൾ ഉണ്ടാക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നവരാ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടിൻ്റെ അകത്ത് സന്തോഷവും സമാധാനവും ഇല്ലാത്തത് എന്തുകൊണ്ടെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, എനിക്കൊരു തറവാടുണ്ടായിരുന്നു നബിയെ, എനിക്കൊരു വീടുണ്ടായിരുന്നു നബിയെ. അവിടെ എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ കൂടപ്പുറപ്പും ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അവിടെ ജീവിച്ച്, നല്ല പണമുണ്ട്, നല്ല കച്ചവടമുണ്ട്, എല്ലാവർക്കും ആരോഗ്യമുണ്ട്, എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് കഴിഞ്ഞത്. ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ചു. ആ ചെറുപ്പക്കാരൻ പറയുകയാ, ഞാൻ സ്വന്തമായിട്ടും മറ്റൊരു വീട് വെച്ചു. ഞാൻ ആ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി കടന്നു ചെന്നു. നബിയേ, ഞാനവിടെ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ കച്ചവടം മുഴുവനും തകർന്ന് തരിപ്പണമായി. എൻ്റെ മക്കളും മരിച്ചു നബിയെ. എൻ്റെ മക്കൾ ആ വീട്ടിൽ പോയതിന് ശേഷം മരിച്ചുപോയി നബിയെ. എനിക്കും എൻ്റെ ഭാര്യയ്ക്കൊക്കെ വല്ലാത്ത രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നബിയെ മാനസികമായി വല്ലാതെ തകർന്നുപോയി. എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത്, ആ വീട് ഒഴിവാക്കാനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത്, നിനക്ക് ആ വീട് ചേർന്നതല്ല, നീ അത് ഒഴിവാക്കാനാ പറഞ്ഞേ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്തതിൻ്റെ കാരണം എന്തെന്നറിയുമോ? നമ്മുടെ വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം, നമ്മുടെ വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരുന്നില്ല. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലില്ല. പിന്നെ അവിടെ ആരാ ഉള്ളത്? ശൈത്താനും അവൻ്റെ മക്കളുമാണ് നമ്മുടെ വീടിൻ്റെ അകത്ത് താമസിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ അടങ്ങിയിരിക്കുന്ന, നമ്മുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിട്ടിട്ട് അവിടെ മലക്കുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില സ്ഥലങ്ങളിൽ, ചില ഭൂമികളിൽ, ചില വീടുകളിൽ ശൈത്താൻ ഉണ്ടെന്ന കാരണം ഹദീസിൽ കാണാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നബിയെ, വല്ലാത്ത ക്ഷീണം നബിയെ, നമുക്കൊന്ന് കിടന്നുറങ്ങാം, ഒരല്പസമയം കിടന്നുറങ്ങിയിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. പ്രവാചകൻ അനുവാദം കൊടുത്തു. എല്ലാ സ്വഹാബികളും നബിയും എല്ലാവരും കൂടെ ഒരു ഭാഗത്ത് അവരവർ കിടന്നൊരു ഭൂമിയിൽ കിടന്നുറങ്ങി. അവസാനം എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. സ്വഹാബ, എന്തേ സഹാബ, എഴുന്നേക്ക് സഹാബ. പ്രവാചകൻ വല്ലാത്ത പരിഭ്രമത്തോടെ, കാരണം എന്തെന്നറിയോ? സുബഹി നമസ്കാരം ഖളാ ആയിപ്പോയി. എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ്റെയും സ്വഹാബാക്കളുടെയും സുബഹി നമസ്കാരം ഖളാ, എല്ലാവരും ഉറങ്ങി. ബിലാൽ തങ്ങളോട് ചോദിച്ചു, എന്തേ ബിലാലെ വിളിക്കാഞ്ഞേ? നബിയെ, എല്ലാവരും ഉറങ്ങി, ഞാനും ഉറങ്ങിപ്പോയി നബിയെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാവരും വാഹനത്തിൽ കയറാൻ. പെട്ടെന്ന് വാഹനത്തിൽ കയറാൻ ധൃതി കാണിച്ചു. എല്ലാവരും കയറാൻ പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരും വാഹനത്തിൽ കയറി. എല്ലാവരും അവിടെ നിന്ന് യാത്ര പോയി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, എന്തേ എല്ലാവരും പെട്ടെന്ന് പോകാൻ പറഞ്ഞത്? ഇത്രയും ധൃതി കാണിച്ച് ഓടാനുള്ള കാരണം എന്താ? പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞ മറുപടി, നമ്മളിൽ എല്ലാവരും സുബഹി ഖളാ ആക്കിയിട്ട് ഉറങ്ങിയെങ്കിൽ ആ ഭൂമിക്ക് എന്തോ പ്രശ്നമുണ്ട്, അവിടെ ശൈത്താനിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, വീടിൻ്റെ അകത്ത് സന്തോഷവും സമാധാനവും നമുക്ക് വേണം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിൻ്റെ അകത്ത് ഒരു രാത്രിയെങ്കിലും സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പെട്ടത്? അതുകൊണ്ട് സഹോദര, റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരണം. അവിടെ കഴിഞ്ഞുകൂടുന്ന ശൈത്താന്മാരെ മുഴുവനും ഇന്നത്തെ ദിവസത്തോടുകൂടി അടിച്ചു പുറത്താക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ അടിച്ചു പുറത്താക്കാനുള്ള വഴി എന്താണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അള്ളാഹു നമുക്ക് ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇന്ന് മുതൽ തുടങ്ങല്ലേ. വീടിൻ്റെ അകത്തും നിൻ്റെ ശരീരത്തും കൂടിയിരിക്കുന്ന ശൈത്താനെ ഇന്ന് പുറത്താക്കല്ലേ? അതോ കെട്ടിപ്പിടിക്കുക? അവനെ പുറത്താക്കിയിട്ട് മലക്കുകളെ ഇറക്കുന്നോ, അതോ മലക്കിനെ പുറത്താക്കിയിട്ട് ശൈത്താൻ്റെ കൂടെ കൂടുന്നോ? എന്ത് വേണം? പറ മനുഷ്യന്മാരെ, എന്ത് വേണം? റഹ്മത്തിൻ്റെ മലക്ക് വേണോ, ശൈത്താൻ വേണോ? എന്ത് വേണം? പറ ചങ്ങായിമാരെ, മലക്കുകളെ വേണോ, ശൈത്താനെ വേണോ? ഉറക്കപ്പറ, നിൻ്റെ നാവ് കൊണ്ടെന്ന് കേൾക്കട്ടെ, ഉറക്കപ്പറ. മലക്കുകളെ വേണം. താല്പര്യമുള്ളവർ കൈപൊക്കിക്കേ. ഇൻഷാ അല്ലാഹ്. എല്ലാം ഇറക്കാൻ തയ്യാറായിക്കോ. ഇന്നിറങ്ങി ഓടും.
ഈ പറയുന്ന കാര്യങ്ങളെങ്ങാണം നിങ്ങൾ ആരെങ്കിലും ചെയ്ത നിന്റെ വീടിൻ്റെ മുകളിൽ ശൈത്താൻ കയറിയിരിക്കും. വാപ്പ ശൈത്താൻ വീടിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഒരു വയൽ നടത്തും. മക്കളെ, ഇന്ന് വരെ ഇവിടെ കൂടിയതൊക്കെ കഴിഞ്ഞ് മക്കളെ, ഇനി ഇവിടെ താമസമില്ലടാ, ഓടി രക്ഷപ്പെട്ടോ. ശൈത്താൻ തൻ്റെ മക്കളോട് പറയാ, ഇത്രയും നാളും കഴിഞ്ഞു, സന്തോഷമായിരുന്നു, പക്ഷേ ഇനി ഇവിടെ സ്ഥാനമില്ല. ഇവിടെ അള്ളാൻ്റെ മലക്കുകൾ വന്നു തുടങ്ങി, ഇവിടെ ആൾതാമസം തുടങ്ങി. ഇത്രയും നാൾ ഇവിടെ ശവമായിരുന്നു. ഈ വീടിൻ്റെ അകത്ത് കഴിഞ്ഞതൊക്കെ മനുഷ്യനൊന്നും ആയിരുന്നില്ല, എല്ലാം മരിച്ച ശവം പോലെയായിരുന്നു. പക്ഷേ ഇവിടെ താമസം തുടങ്ങി, ഇവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്നു തുടങ്ങി. എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ, അടുത്ത വീട് നോക്കിക്കോ എന്ന് ശൈത്താൻ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ, ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ചില വീടുകൾ തിളങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ നാട്ടിലെ ചില വീടുകൾ ഇങ്ങനെ തിളങ്ങുകയാണ്, മലക്കുകൾ കാണുകയാണ്. ആ മലക്കുകൾ ആ വീട്ടിലേക്ക് വന്നു പോവുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് റഹ്മത്തിൻ്റെ മാലാഖമാർ ഇറങ്ങി വരണോ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരണോ, അതിൻ്റെ കാരണം എന്തെന്നറിയുമോ, അതിന് ചെയ്യേണ്ടതെന്തെന്നറിയുമോ? അള്ളാഹുവേ, നമ്മുടെ വീട് മലക്കിന് കാണുന്ന രീതിയിൽ നമ്മുടെ വീടിനെ നമ്മൾ അലങ്കരിക്കലാണ്, നമ്മുടെ വീടിനെ നമ്മൾ പ്രകാശിക്കലാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഒരു വീട് അലങ്കരിക്കുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിൻ്റെ പള്ളികൾ മുഴുവനും അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. ലോകത്തുള്ള കഅബാലയം മുതൽ പടച്ചവനെ ഈ നാട്ടിലെ ചെറിയ ഒരു പള്ളിയാകട്ടെ, എല്ലാ പള്ളികളും അള്ളാഹുവിൻ്റെ വീട് തന്നെയാണ്. ഈ വീടുകൾ എങ്ങനെയാണ് അലങ്കരിക്കേണ്ടത്? അത് AC വെച്ചിട്ടല്ല, ലൈറ്റ് വെച്ചിട്ടല്ല. അള്ളാഹുവിൻ്റെ പള്ളികൾ അലങ്കരിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? അത് ഇബാദത്ത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഭവനം എങ്ങനെയാണ് അലങ്കരിക്കുന്നത്? അള്ളാഹുവിൻ്റെ വീട് അലങ്കരിക്കുന്നത് ഇബാദത്ത് കൊണ്ടാണെങ്കിൽ, എൻ്റെ പ്രിയമുള്ള മുസ്ലിമേ, നമ്മുടെ വീടും അലങ്കരിക്കേണ്ടത് എന്തുകൊണ്ടെന്നറിയുമോ? അതാ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മലക്കുകൾ നോക്കുമ്പോൾ പ്രകാശിക്കുന്ന ചില വീടുകൾ കാണുകയാണ്. ആ വീട് തേടിയിട്ട് മലക്കുകൾ ഇറങ്ങി വരികയാണ്. അങ്ങനെ പ്രകാശിക്കുന്ന ഒന്നാമത്തെ വീടേതാ? മുത്തുനബി പറയുന്ന സ്വഹാബാ, അത് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഭവനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ, അല്ലാഹുവേ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിൻ്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഏത് വീടിൻ്റെ അകത്താണോ നമസ്കരിക്കുന്നത്, ഏത് വീടിൻ്റെ അകത്താണോ നമസ്കാരമുള്ളത്, ആ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാര് പഠിച്ചോ, നിന്റെ നാശത്തിൻ്റെ ഒന്നാമത്തെ കാരണം എന്താ? നിനക്ക് സമാധാനമില്ലാത്തതിൻ്റെ, നിനക്ക് സന്തോഷമില്ലാത്തതിൻ്റെ, എല്ലാം കിട്ടിയിട്ട് പടച്ചവനെ നിന്റെ ജീവിതം ഇങ്ങനെയാകാറുള്ള കാരണമെന്താ? നിന്റെ കച്ചവടങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാകാറുള്ള കാരണമെന്താ? എത്ര ഉണ്ടാക്കിയിട്ടും ഒന്നും തികയാത്തതിൻ്റെ കാരണമെന്താ? എൻ്റെ പ്രിയമുള്ളവരെ, നിന്റെ
വീടിന്റെ അകത്ത് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാത്തത് കൊണ്ടാ, അള്ളാനെ നിന്റെ വീടിന്റെ അകത്ത് ഓർക്കാത്തത് കൊണ്ടാ, നമസ്കാരം നമ്മുടെ വീട്ടിലില്ലല്ലോ. പടച്ചവനെ എത്ര പേരാണ് നമസ്കരിക്കുന്നത്? ആണുങ്ങൾക്ക് വീട്ടിലെ ജമാഅത്തില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പെണ്ണുങ്ങളെ വീട്ടിലാണ് നിസ്കരിക്കേണ്ടത്. വീട്ടിലെവിടെയാ നിസ്കരിക്കേണ്ടതെന്നറിയുമോ? അത് വീടിന്റെ ഉള്ളറയിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടിന്റെ അകത്തുനിന്ന് നിസ്കാരമില്ലാതെ വന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളായി, പ്രശ്നങ്ങളായി, പ്രതിസന്ധികളായി, വല്ലാത്ത ദുഃഖമായി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയോ? നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നിന്റെ കച്ചവടം ലാഭത്തിലാകണോ? നിനക്ക് വീട് വേണോ? നിനക്ക് ആഹാരം വേണോ? നിന്റെ പ്രയാസങ്ങൾ മാറണോ? നിന്റെ രോഗങ്ങൾ മാറണോ? നിന്റെ ദുഃഖങ്ങൾ മാറണോ? നിനക്ക് സമാധാനം വേണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, 5 നേരം നിസ്കരിച്ചാൽ അള്ളാഹു നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എത്ര വലിയ വേദനയാണെങ്കിലും മാറാൻ, എത്ര വലിയ വേദനയാകട്ടെ, എത്ര വലിയ പ്രയാസമാകട്ടെ, മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ അതാ യാത്രയിലാണ്. അപ്പോഴാണ് അറിയുന്നത് തൻ്റെ സഹോദരൻ മരണപ്പെട്ടു പോയി, തൻ്റെ കൂടപ്പിറപ്പ് മരണപ്പെട്ടു എന്നറിയുമ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് വല്ലാത്ത വേദനയായി. സ്വന്തം സഹോദരൻ മരണപ്പെട്ടിരിക്കുകയാണ്. ആർക്കാണ് താങ്ങാൻ കഴിയുക? സ്നേഹമുള്ളവന് താങ്ങാൻ കഴിയില്ല. ഇബ്നു അബ്ബാസ് തങ്ങൾ തൻ്റെ കുതിരയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾ വുളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാ. അതാ 2 റക്അത്ത് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞിട്ട് തൻ്റെ കൂടെ വന്നവരോട് പറഞ്ഞു, നമുക്ക് യാത്ര തുടങ്ങാം. എല്ലാവരും ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാ ഇത് പറയാൻ കഴിയുന്നത്? സ്വന്തം കൂടപ്പിറപ്പ് മരണപ്പെട്ടിരിക്കുന്ന വേദന എങ്ങനെയാണ് മറക്കാൻ കഴിയുന്നത്? ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. എൻ്റെ പ്രിയമുള്ളവരെ, നമസ്കാരം എല്ലാ ദുഃഖത്തിനുമുള്ള പരിഹാരമാ, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാ, എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരമാ. നിസ്കാരമെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുമ്പോ, എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളിൽ പലരും സുബഹിക്ക് പള്ളിയിൽ പോകുന്നവരാ. ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ പലരും നിസ്കരിക്കുന്നവരാ. നിങ്ങൾ നിസ്കരിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്ന വാപ്പാ, നിന്റെ ഭാര്യ നിസ്കരിക്കാറുണ്ടോ? നിന്റെ ഭാര്യ നിസ്കരിക്കാറുണ്ടോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏതു ഭർത്താവിനെന്നറിയോ? രാവിലെ സുബഹിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചു, നമസ്കരിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റു, ചാരത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തി, എന്നിട്ട് ബാത്റൂമിൽ പോയി നിന്റെ ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ട് ഒളുവെടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ നിന്റെ ഭാര്യ അതേപോലെ അവിടെ കിടന്നുറങ്ങുകയാണ്. കിടപ്പറയിൽ എഴുന്നേക്കാതെ കിടന്നുറങ്ങുന്ന ഭാര്യയുടെ മുഖത്തേക്ക് ഒളുവെടുത്തിട്ട് നിന്റെ മുഖത്തിരിക്കുന്ന വെള്ളത്തിന്റെ തുള്ളികളുണ്ടല്ലോ, ആ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് നിന്റെ ഭാര്യയുടെ മുഖത്തിങ്ങനെ കുടഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കടി എന്ന് പറയുന്ന മനുഷ്യര് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, വാപ്പാ നീ നിന്റെ ഭാര്യയെ വിളിക്കൂല. പെണ്ണെ, തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേക്കുന്ന പെണ്ണ്, സുബഹി നിസ്കരിക്കുന്ന പെണ്ണ്, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കാൻ പറയുവോ? ഉസ്താദേ, ജീവിതത്തിലെ സമാധാനമില്ല, കണ്ണീരാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് പൊന്നുമോള്. എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരോടും ഉമ്മമാരോടും ചോദിക്കട്ടെ, നീ എഴുന്നേറ്റ് പള്ളിയിൽ പോകും, നീ എഴുന്നേറ്റ് പള്ളിയിൽ പോകും, നീ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കും. പക്ഷേ അടുത്ത റൂമിൽ കിടക്കുന്ന നിന്റെ പൊന്നുമോളെ നിസ്കരിക്കാൻ നീ വിളിക്കുവോ? എൻ്റെ വാപ്പയോട് ചോദിക്കുകയാ, വാപ്പാ 18-19 വയസ്സുള്ള നിന്റെ പൊന്നാര മക്കൾ
മക്കള് അടുത്ത റൂമിലല്ലേ കിടക്കുന്നത്, എടാ എഴുന്നേറ്റ് എൻ്റെ കൂടെ പള്ളിയിൽ വാ എന്ന് പറയാ നിന്നെ കൊണ്ട് കഴിയുമോ? അല്ലാഹുവേ പടച്ചവനെ, പല മാതാപിതാക്കളും കരുതിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞെന്നാണ്. വിവാഹം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞെന്നാ. ഇല്ല വാപ്പാ, ഒരിക്കലും നീ അങ്ങനെ ചിന്തിക്കല്ലേ. നിന്റെ ബാധ്യത തീരൂല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചു കൊടുത്തു. തൻ്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. എന്നാലും അല്ലാഹുവേ, മുത്തുനബി ഫാത്തിമ ബീവിയുടെ വീടിൻ്റെ മുന്നിൽ ചെന്നിട്ട് അലിയാർ തങ്ങളുടെ കൂടെ റൂമിൻ്റെ അകത്ത് കിടക്കുന്ന പൊന്നാര മകളുടെ വീടിൻ്റെ മുന്നിൽ ചെന്നിട്ട് ലോകത്തിൻ്റെ നേതാവ് വിളിക്കുന്നു, മോളെ ഫാത്തിമ, എഴുന്നേറ്റ് നിസ്കരിക്കുമോളെ. സുബഹി നിസ്കരിക്കാനല്ല വിളിച്ചത്, തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് പോലും അല്ലാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ പൊന്നാര മകളെ വിളിച്ചുണർത്തുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ നിന്നെ കൊണ്ട് കഴിയുമോ ബാപ്പാ? 19 വയസ്സുള്ള പൊന്നുമോള് ഭർത്താവിൻ്റെ കൂടെ അടുത്ത റൂമിൽ കിടക്കുന്നുണ്ട്. നിനക്കൊന്ന് ചെന്നിട്ട് വാതിലിലൊന്ന് മുട്ടിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കും മക്കളെ. പറയാ നിനക്ക് സമയമില്ലല്ലോ. എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്ന വാപ്പയാ, കഴിയുവോ പൊന്നുമോള്? നീ മാത്രം നിസ്കരിച്ചാ പോരാ. അല്ല പറഞ്ഞത് നീ മാത്രം രക്ഷപ്പെട്ടാ മതിയോ? അല്ല ഖുർആനിൽ എന്താ പറഞ്ഞത്? എന്തേ പറഞ്ഞത്? അവിടെന്ന് പറഞ്ഞു, കൂ അംഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറാ. അല്ല ഖുർആനിൽ പറഞ്ഞത് നീ മാത്രം രക്ഷപ്പെട്ടാ പോരാ, നിന്റെ കുടുംബത്തെ കൂടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ഖുർആൻ പറയുമ്പോ സ്വന്തം മക്കളും ഭാര്യയും വീടിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുമ്പോ അവരെ വിളിച്ചുണർത്തി പള്ളിയിൽ, ആൺമക്കളെ പള്ളിയിൽ കൊണ്ടുപോകാത്ത വാപ്പാ, തൻ്റെ പൊന്നാര മകളെ അടുത്ത റൂമിൽ കിടന്ന് സുഖിച്ചുറങ്ങുമ്പോ അവരെ വിളിച്ചുണർത്താതെ സ്വന്തമായിട്ട് സുബഹി നിസ്കരിക്കുന്ന ഉമ്മ, നിന്നെ അല്ല വെറുതെ വിടൂല. നീ ആരെന്നറിയോ? സ്വന്തം മക്കളെ പള്ളിയിൽ കൊണ്ടുപോകാതെ പടച്ചവനെ രോഗം പിടിച്ചിട്ടും നീ നടന്ന് പള്ളിയിൽ പോകുമല്ലോ. സ്വന്തം മക്കളെ പള്ളിയിൽ കൊണ്ടുപോകാത്ത വാപ്പാ, നീ ആരെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നിനക്ക് തടമുണ്ടെങ്കിലും, നിനക്ക് താടിയുണ്ടെങ്കിലും, നീ ഇമാമാണെങ്കിലും, നീ പ്രവാചകനാണെങ്കിലും, നീ ഹജ്ജ് ചെയ്തവനാണെങ്കിലും, നീ പള്ളി കെട്ടിക്കൊടുത്തവനാണെങ്കിലും, അല്ലാഹുവേ ഹിജാബും ധരിച്ച് കയ്യിൽ തസ്ബീഹിമിട്ട് കുത്തിക്കൊണ്ട് നടക്കുന്നവളാണെങ്കിലും, നീ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ അല്ലാഹു നിന്നോട് സംസാരിക്കില്ല, അല്ലാഹു നിന്നോട് കരുണ കാണിക്കില്ല, അല്ലാഹു നിന്റെ മുഖത്ത് നോക്കൂല, അല്ല നിന്നെ കണ്ട പരിചയം പോലും കാണിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഒരു വാപ്പ എങ്ങനെയാകണമെന്നറിയോ? ഒരു ഉമ്മ എങ്ങനെയാകണമെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരോടും ഉമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, ഒരു നല്ല വാപ്പയെ ഞാൻ പറഞ്ഞു തരാ. ആ വാപ്പ ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, പണ്ട് ഉമറിനെ കാണിച്ചിട്ട് വീടിൻ്റെ അകത്ത് കിടക്കുന്ന കൊച്ചുമക്കളോട് പറയുമായിരുന്നു, ഭക്ഷണം കഴിക്കാത്ത മക്കളോട്, ഉറങ്ങാത്ത മക്കളോട്, എടാ ഉമർ വരുന്നുണ്ട് ഉറങ്ങിക്കോ എന്ന് പറയുമ്പോ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ പേടിച്ച് ഉറങ്ങുമായിരുന്നു. ആ ഉമറുണ്ടല്ലോ, ആരാ ഉമറാരാ? എൻ്റെ പ്രിയമുള്ളവരെ, ഉമർ ലോകത്ത് ഇബ്ലീസിന് ഒരാളെയേ പേടിയുള്ളൂ. അതാരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ പോലും ശൈത്താൻ വരില്ലായിരുന്നു. അത്രയ്ക്ക് പേടിയായിരുന്നടാ ചെറുപ്പക്കാരാ, അത്രയ്ക്കും പേടിയായിരുന്നു.
ഉമറിന്റെ ഈമാൻ അറിയോ? ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഖബറിന്റെ അകത്ത് നടക്കുന്ന രംഗങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു മനുഷ്യന്റെ ജനാസ ഖബറിന്റെ അകത്ത് കൊണ്ടുവച്ചാൽ 2 മലക്കുകൾ ഖബറിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക. ഖബറിന്റെ അകത്ത് വന്നിട്ട് മലക്കുകൾ ചോദ്യം ചോദിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, എന്നോടെങ്ങാണം മലക്കുകള്. ഉമർ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ, ഒരു മനുഷ്യന്റെ ജനാസ ഖബറിൽ കൊണ്ടുവച്ചാ ഖബറിന്റെ അകത്ത് വരുന്ന മലക്ക് ഒന്നാമത് ചോദിക്കും, നിന്റെ റബ്ബാരാ? ഉമർ തങ്ങൾ പറഞ്ഞു, എന്തെന്നറിയോ? എന്നോടെങ്ങാണം മുൻകർ നക്കീർ എന്ന് പറയുന്ന മലക്കുകൾ എന്നോട് നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചു ചോദിക്കും, നിങ്ങളുടെ റബ്ബാരാ? ആ റബ്ബ് തന്നെയാ എൻ്റെ റബ്ബെന്ന് ഞാൻ പറയും. നിങ്ങൾ ചിന്തിക്കണം, ആരാ പറഞ്ഞേ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നബിയോട് പറയാ, എൻ്റെ അടുക്ക ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? മുൻകറും നക്കീർ എന്ന് പറയുന്ന മലക്കുകളോട് ഞാൻ തിരിച്ചു പറയും, നിങ്ങളുടെ റബ്ബ് തന്നെയാ എൻ്റെ റബ്ബ്. ഞാൻ പറയും, അത്രയ്ക്കും ധൈര്യശാലിയാ. ഇബ്ലീസ് വരൂല, ഉമർ വരുന്ന വഴിയിലൂടെ പോലും ഇബ്ലീസ് വരില്ല, അത്രയ്ക്കും പേടിയാ. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മക്കളുടെ റൂമിൻ്റെ മുന്നിൽ പോകും. പഠിച്ചോ പെങ്ങളെ, നിനക്കതിനുള്ള ധൈര്യമില്ല, നിനക്കതിനുള്ള ധൈര്യമില്ല. 12 വയസ്സുള്ള മകൻ്റെ അടുത്ത് പോയിട്ടിടാ നിസ്കരിക്കടാ എന്ന് പറയാനുള്ള ധൈര്യം നിനക്കില്ല, നിനക്കതിനുള്ള വോയിസും ഇല്ല. കാരണം നീ നിസ്കരിക്കുന്നത് ഇന്നുവരെ മക്കൾ കണ്ടിട്ടില്ല. പിന്നെങ്ങനെ? നീ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. വാപ്പ സുബഹി നിസ്കരിക്കാതെ മക്കളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നീ ആദ്യം ചെയ്ത് കാണിക്ക്, നിനക്കതിനുള്ള അവകാശമില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ മക്കളുടെ റൂമിൻ്റെ മുന്നിൽ ചെന്നിട്ട് വിളിക്കും, മക്കളെ, സുബഹിക്ക് പള്ളിയിൽ പോകാൻ സമയമായി, മക്കളെ എഴുന്നേക്ക്. സുബഹിക്ക് പള്ളിയിൽ പോകാൻ സമയമായി, മക്കളെ എഴുന്നേക്ക്. തൻ്റെ മക്കൾ ഉറങ്ങും, തൻ്റെ മക്കൾ ഉണരാതിരുന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ മക്കളുടെ റൂമിൻ്റെ മുന്നിൽ നിന്നിട്ട് ഖുർആനിൽ 2 ആയത്ത് ഓതുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 ആയത്ത് നിസ്കരിക്കാൻ പാടാ എന്ന് വിളിക്കുമ്പോൾ വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന മക്കളുടെ മുന്നിൽ ഈ ആയത്ത് ഓതി കൊടുക്കണം. ഈ ആയത്ത് നിസ്കരിക്കാതെ വീടിൻ്റെ അകത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തിയിട്ട് ഈ ഖുർആനിലെ ആയത്ത് നാളെ സുബഹി മുതൽ ഭർത്താവ് ഓതിക്കോണം. പെങ്ങളെ, നീ പഠിച്ചോ, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന നിന്റെ ഭർത്താവ് ശൈത്താൻ്റെ മൂത്രവും കുടിച്ചിട്ട് കിടക്കുന്നവനാ. ശൈത്താൻ്റെ മൂത്രവും കുടിച്ചിട്ടാണ് കിടക്കണ സുബഹി നിസ്കരിക്കാത്തവൻ. പരീക്ഷ എഴുതാൻ മക്കൾ കാത്തിരിക്കുകയാണ്. അള്ളാഹു നല്ല വിജയം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നല്ല വിജയം കൊടുക്കുമാറാകട്ടെ. 10 A+ സ്വപ്നം കാണുന്ന മക്കളെ, പരീക്ഷയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, സുബഹി നിസ്കരിക്കാതെ നീ അങ്ങോട്ട് പോകണ്ട, ഒരു പ്രയോജനവുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സുബഹി നിസ്കരിക്കാതെ ഒരെണ്ണവും പരീക്ഷയ്ക്ക് പോകണ്ട. ഇനിയിപ്പോൾ അശുദ്ധിയുള്ള പെണ്ണുങ്ങൾ വേറെ. നിസ്കാരം, എൻ്റെ പ്രിയപ്പെട്ടവരെ, സുബഹി നിസ്കരിക്കാതെ നീ പോയിട്ടുണ്ടെങ്കിൽ A+ നിൻ്റെ അടുത്തിരിക്കുന്നവർക്ക് കിട്ടും, നിനക്ക് B+ ആയിരിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം എന്തേ? ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികളായ പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ അമ്പലം കാണുമ്പോൾ ദൈവമേ രക്ഷപ്പെടുത്തണേ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ക്രിസ്തുമത വിശ്വാസികളായ പെൺകുട്ടികൾ അവരുടെ പള്ളി കാണുമ്പോൾ ഇങ്ങനെ ഈശ്വരാന്നൊക്കെ വിളിച്ചൊന്ന് ഇങ്ങനെ ഒന്ന് കുരിശൊക്കെ വരയ്ക്കും. നമുക്ക് പിന്നെ ഇങ്ങനെ വരയൊന്നുമില്ലല്ലോ. അവരങ്ങനെയെങ്കിലും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ദൈവത്തെ ഓർത്തിട്ടാ പോണേ. നമ്മുടെ മക്കളോ 7 മണി വരെ സുഖിച്ച് കിടന്നുറങ്ങും. എഴുന്നേക്കടാ, പരീക്ഷയടാ ഇന്ന്. വാപ്പ വിളിക്കും, ഉമ്മ വിളിക്കും, ചാടി എഴുന്നേറ്റ് ശൈത്താൻ്റെ മൂത്രവും കുടിച്ചിട്ട് പോവാ. നീ എങ്ങനെ ജയിക്കാനാ? അവരുടെ ദൈവത്തിന് നന്ദി കാണിച്ചു, നീ അതുമില്ല. നീ പോയി A+ മേടിക്കാൻ പൊക്കോ. റസൂലുള്ള പറഞ്ഞു, സുബഹി നിസ്കരിക്കാത്ത ദിവസം ഒന്നും ചെയ്യണ്ട, അതിൽ ബറക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബഹി നിസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താലും നിന്റെ വീടിന് കുറ്റിയടിച്ചതാരാ? ഒന്ന് ആലോചിക്കേ. നിന്റെ വീടിന് കുറ്റിയടിച്ചതാരാ? നിന്റെ വീടിന് കല്ലിട്ടതാരാ? എൻ്റെ സഹോദരൻ, അങ്ങനല്ലേ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, കച്ചവടമൊക്കെ എന്തിനാ? ഒരു കട തുടങ്ങുന്നത് നിനക്ക് ജീവിക്കാനല്ലേ, നിനക്ക് രക്ഷപ്പെടാനല്ലേ ഒരു കട തുടങ്ങുന്നേ. നീ മന്ത്രിയെ വിളിച്ചോ, MLA വിളിച്ചോ, MP വിളിച്ചോ, മെമ്പറെ വിളിച്ചോ, പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചോ, ആരെ വേണമെങ്കിലും നീ വിളിച്ചോ. പക്ഷേ നിന്റെ കടയ്ക്കകത്ത് ആദ്യം കയറേണ്ടുന്നവൻ സുബഹി നിസ്കരിച്ചവനായിരിക്കണം.
സുബഹി നിസ്കരിച്ചവനായിരിക്കണം. നീ ആരെ വിളിച്ചില്ലെങ്കിലും ഞാൻ നിന്നോടെങ്കിലും പറയുക, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ആയിരിക്കണം സുബഹി നിസ്കരിച്ചിട്ട് ആദ്യം കയറേണ്ടത്. അല്ലാതെ സുബഹി നിസ്കരിക്കാത്തവനെ കൊണ്ട് നിന്റെ കട തുടങ്ങിയ മോനെ അള്ളാഹു അതിൽ ബർക്കത്ത് നൽകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ ഭാര്യയും എല്ലാ ഭർത്താവും എല്ലാ മാതാപിതാക്കളും നാളെ സുബഹി മുതൽ ഉറങ്ങുന്ന മക്കളുടെ മുന്നിൽ പോയി, നിസ്കരിക്കാത്ത ഭർത്താവിൻ്റെ മുന്നിൽ പോയി, നിസ്കരിക്കാത്ത ഭാര്യയുടെ മുന്നിൽ പോയി, നിസ്കരിക്കാത്ത കൂടപ്പുറപ്പിൻ്റെ മുന്നിൽ പോയി ഖുർആനിലെ 2 ആയത്ത് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ വീടിൻ്റെ റൂമിൻ്റെ അകത്ത് കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് അവിടെ നിന്ന് തൻ്റെ മക്കളോട് പറയുകയാണ്, മക്കളെ എഴുന്നേക്ക്, പള്ളിയിൽ പോകാൻ നമസ്കരിക്കാൻ സമയമായി, അള്ളാഹുവിന് നന്ദി കാണിക്കാൻ സമയമായി. എഴുന്നേക്കു മക്കളെ, നമസ്കരിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീടിൻ്റെ അകത്ത് നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ വാടാ മോനെ, എഴുന്നേറ്റ് നിസ്കരിക്കടാ പൊന്നുമോനെ. നമസ്കരിച്ചാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 5 നേരം നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളയാ പറഞ്ഞത്. സൂറത്തു താഹ എടുത്തു നോക്ക്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു താഹ. ആ സൂറത്തു താഹയുടെ 132 ആയത്തെടുത്തിട്ട് ഓതി നോക്ക്. അള്ളാഹുവാ പറയുന്നത്, നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ലാ നസ്അലുക റിസ്കാ. ഒരു വാപ്പ തൻ്റെ പൊന്നാര മക്കളോട് പറയുന്നു, മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുഖുഹു. അവിടെ നിന്ന് പറയുന്നു, ഭക്ഷണം തരുന്നവനല്ലയാ, റിസ്ക് തരുന്നവനല്ലയാ. മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ, മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. മരിക്കുന്ന കാലം വരെ നിനക്കല്ലാഹു അന്നം തരും മോനെ. പടച്ചവനെ, അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാ, വാപ്പാ നീ ഭയപ്പെടണ്ട, നിന്റെ മക്കൾ പട്ടിണിയാകുമെന്ന് നീ പേടിക്കണ്ട, തിന്നാ ഭക്ഷണം കിട്ടില്ല എന്ന് ഭയപ്പെടണ്ട, മറ്റുള്ളവൻ്റെ മുന്നിൽ പോയി കൈനീട്ടേണ്ട ഗതി വരുമെന്ന് നീ പേടിക്കണ്ട. അള്ളാഹുവാണ് പറഞ്ഞത്, മോനെ നിസ്കരിച്ച ആഹാരം ഞാൻ തരാ, ഞാനാ നിനക്ക് ഭക്ഷണം തരുന്നത്. നീ കിടന്ന് രാപ്പകലുകൾ കിടന്ന് നെട്ടോട്ടമോടണ്ട, നീ ടെൻഷൻ അടിക്കണ്ട, നീ ഒരുപാട് കഷ്ടപ്പെടണ്ട. മോനെ, നിന്റെ വാകീറിയത് ഞാനാണ്, നിനക്ക് കടിക്കാനുള്ള ഭക്ഷണം തരുന്നവൻ ഞാനാണ്. അതുകൊണ്ട് നീ എൻ്റെ മുന്നിൽ വന്ന് ഇബാദത്ത് ചെയ്താൽ, നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ നിനക്ക് ഞാൻ ഭക്ഷണം തരാമെന്ന് പടച്ചറപ്പ് പറയുമ്പോ, പെങ്ങളെ പഠിക്കാൻ തയ്യാറാകും, പെങ്ങളെ പേടിക്കല്ലേ പൊന്നുമോളെ. അള്ളയാ പറഞ്ഞത്, മരിക്കുന്ന കാലം വരെ നിനക്ക് അല്ലാഹു റിസ്ക് തരും, കഴിക്കാനുള്ള ഭക്ഷണം അള്ള ഏറ്റെടുത്തിരിക്കുകയാ. നീ ചെയ്യേണ്ടത് തലകുത്തി നിൽക്കണ്ട. 5 നേരം അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ എന്ത് ജോലിയാകട്ടെ, എന്ത് ജോലിയാകട്ടെ, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാ ജോലികളും മാറ്റിവെച്ചിട്ട് നിനക്ക് കൈകാലുകളും കഴുകിയിട്ട്, മീൻ വെട്ടിയാൽ കുളിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ, അടുക്കളയിൽ ചോറ് വെക്കുമ്പോൾ കരിപറ്റി എന്ന് പറഞ്ഞ് കുളിക്കണമെന്നില്ലല്ലോ. അതാ നിന്റെ ശരീരത്തിൽ വിയർപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നീ നിസ്കാരം നീട്ടിവെക്കരുത്. കാരണം നിസ്കാരം തടയുന്ന കാര്യമല്ല വിയർപ്പ്. എൻ്റെ പെങ്ങളോട് പറയുകയാ, ളുഹർ അസർ വരെ നീ നീട്ടല്ലേ മോളെ. ളുഹറിന് ബാങ്ക് വിളിച്ചാൽ പെട്ടെന്ന് കൈകാലുകൾ കഴുകിയിട്ട് പടച്ചറബിന്റെ മുന്നിൽ ചെന്നിട്ട് നീ അങ്ങ് സുജൂദ് ചെയ്താൽ മരിക്കുന്ന കാലം വരെ അല്ല നിന്നെ പട്ടിണിക്കിടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഖുർആനാ പറയുന്നത്. മുത്തുനബി എവിടെ നിന്നത് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട് പറയുകയാ, മോളെ പേടിക്കണ്ട, ഒരിക്കലും നീ ഭയപ്പെടണ്ട. വീടിൻ്റെ അകത്ത് കടന്നുറങ്ങുന്ന 10
വയസ്സുള്ള 12 വയസ്സുള്ള 15 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന +1 പഠിക്കുന്ന പൊന്നുമോളെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിക്കടി എന്ന് പറയാൻ കഴിയണം. ഇപ്പം നിനക്ക് വല്ലാത്ത ആത്മാർത്ഥതയാ. എന്തിനാ ആത്മാർത്ഥത കാണിക്കുന്നത്? നിന്റെ മക്കൾ 10ാം ക്ലാസ്സിലൊന്ന് വിജയിക്കുന്നതിന് വേണ്ടിയാ, +1 വിജയിക്കുന്നതിന് വേണ്ടിയാ, +2 വലിയ മാർക്ക് വാങ്ങുന്നതിന് വേണ്ടിയാ, മക്കളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പടച്ചവനെ സ്പെഷ്യൽ ക്ലാസ് പോലും കൊടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള്, എങ്കിലും നിനക്ക് ഈമാനുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലല്ല നിന്റെ മക്കളെ വിജയിപ്പിക്കേണ്ടത്. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ വിജയിപ്പിക്കേണ്ടത് എവിടെയാ? അത് സ്കൂളിലല്ല. എവിടെയാ വിജയിക്കേണ്ടതെന്നറിയുവോ? അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് എപ്പോഴാണ് ഒരു മനുഷ്യന് വിജയിയാകുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണ് വിജയം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നാളെ സുബഹി മുതൽ തുടങ്ങിക്കോ. അല്ലാഹുവേ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കടാ. നിസ്കരിച്ചാ നിന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുക്കുകയാണ്. നിനക്ക് മരിക്കുന്നത് വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും മോനെ. എന്നിട്ട് രണ്ടാമത് പറയുകയാ, മോനെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് വല്ലാത്ത മോഹമല്ലേ? അല്ലാഹു അവന് നല്ല മരണം കൊടുക്കുമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ അല്ലാഹുവിൻ്റെ ഖുർആനാ പറയുന്നത്. വാപ്പാ, നിനക്കൊരു നല്ല മരണം കിട്ടണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നാട്ടിൽ എത്രയോ പേര് വെള്ളിയാഴ്ച രാവിലെ പോയി, എത്രയോ പേര് വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ടു. കാണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നീ പറഞ്ഞല്ലോ മരിച്ചാൽ ഇതുപോലെ മരിക്കണം. അവൻ്റെ മുഖത്തെ പ്രകാശം കണ്ടോ? അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ? അവൻ്റെ മുഖത്തെ പുഞ്ചിരി കണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, വല്ലവനും അല്ലാഹു കൊടുത്ത മരണം പറഞ്ഞ് നടന്നാ മതിയോ? നിനക്കും ആഗ്രഹമില്ലേ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ? അതുകൊണ്ട് അല്ലയാ പറഞ്ഞത് ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 വഖത്ത് നമസ്കരിച്ചാൽ അല്ലാഹു അവന് നല്ല മരണം കൊടുക്കുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അവിടെന്ന് പറയുമ്പോ ഇതാണൊരു വാപ്പ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതാണൊരു ഉമ്മ പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു രാവിലെ വിശന്ന് തളർന്നു കിടക്കുന്ന മക്കളെ സുബഹിക്ക് ബാങ്ക് വിളിച്ചപ്പോ അതാ 10 വയസ്സുള്ള മകന്റെ ചാരത്ത് ചെന്നിട്ട് 11 വയസ്സുള്ള മകന്റെ ചാരത്ത് ചെന്നിട്ട് വാപ്പ പറയുന്ന, മോനെ അനസേ എഴുന്നേക്കടാ, നിനക്ക് 11 വയസ്സായി. 7 വയസ്സുള്ളവന് അതാ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായവൻ നിസ്കരിച്ചില്ലെങ്കിൽ അടിച്ച് നിസ്കരിപ്പിക്കണമെന്ന് പഠിച്ച വാപ്പാ. അല്ലാഹുവേ, 10 വയസ്സല്ല, 15 വയസ്സല്ല, 20 വയസ്സല്ല. അല്ലാഹുവേ, ഇന്ന് ആരും അടിക്കാറുമില്ല, ആരും മക്കളെ നന്നാക്കാൻ പരിശ്രമിക്കാറുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിൻ്റെ പള്ളിയുമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട യുവതവേ, മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പഠിക്കുന്നതിന് വേണ്ടി ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. എല്ലാവരും ടിക്ടോക്കിൻ്റെ പുറകിലാണ്, എല്ലാവരും ആവശ്യമില്ലാത്ത ചിന്തയിലാണ്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു യുവത്വത്തിൻ്റെ നടുവിലൂടെ നടന്നുപോയ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുവന്ന് കഴുകുമരത്തിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. അതാ തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി കയറ്റി ഇങ്ങനെ നിർത്തുമ്പോ അല്ലാഹുവേ,
ഹുബൈബിനോട് തൻ്റെ കൂട്ടുകാരാണ് ശത്രുക്കള്. അവിടെ നിന്ന് ചോദിക്കുന്നു, ഹുബൈബേ നീ ചെറുപ്പക്കാരനാണല്ലോ ഹുബൈബേ, ചെറുപ്രായമാണല്ലോ ഹുബൈബേ, എന്തിനാടാ വെറുതെ ചാകുന്നത്? എടാ നിനക്ക് ഇസ്ലാമിനെയൊന്ന് വലിച്ചെറിഞ്ഞിട്ട് തിരിച്ചു വന്നുകൂടെ? പഴയ മതത്തിലേക്ക് നിനക്കൊന്ന് കടന്നു വന്നുകൂടെ? നിനക്ക് ആവശ്യമുള്ള സമ്പാദ്യം ഞങ്ങൾ തരാ, ഈ കൂട്ടത്തിൽ നീ കാണിക്കുന്ന പെണ്ണിനെ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. ഉബൈബ് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് പറയുന്നു, ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഏത് പെണ്ണിനെ കാണിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരാ. നിനക്ക് അധികാരം വേണോ? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞങ്ങൾ തരാം. അല്ലാഹുവേ ഹുബൈബിനോട് പറയുന്നു, നീ ഞങ്ങളുടെ കൂട്ടുകാരനാ, നീ ഇസ്ലാമിനെ വലിച്ചെറിയണ്ട, മുഹമ്മദിനെ എന്തെങ്കിലും ഒന്ന് മോശമായിട്ട് പറഞ്ഞാ മതി. ഒന്നും പറയാതെ വന്നപ്പോ അവസാനം കൊല്ലുന്നതിന് മുമ്പ് ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് ചോദിച്ചു, ഹുബൈബേ നിനക്ക് വല്ല അഭിലാഷവുമുണ്ടെങ്കിൽ പറ, നിന്നെ കൊല്ലാൻ പോകുകയാണ്. ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞതെന്തെന്നറിയോ? എനിക്കൊന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം തരുവോ? മരിക്കുന്നതിന് മുമ്പ് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണമെന്നാ. ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് വുളുവെടുത്തു, അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. അല്ലാ പെട്ടെന്ന് ചെറിയ സൂറത്ത് ഓതിയിട്ടങ്ങ് നിസ്കരിക്കുകയാ. പെട്ടെന്ന് 2 ചെറിയ സൂറത്ത് ഓതിയിട്ടാ നിസ്കരിച്ചത്. അല്ലാഹുവേ അവസാനം പെട്ടെന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് സുജൂദിൽ വീഴുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ ഹുബൈബ് എപ്പോൾ നിസ്കരിച്ചാലും വലിയ സൂറത്തുകൾ മാത്രമേ ഓതാറുള്ളൂ. ഇന്ന് ഞാൻ ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാ ഞാനെങ്ങാണം എൻ്റെ നമസ്കാരം നീട്ടിയാ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്, ഇവർ ചിന്തിക്കും തമ്പുരാനെ. അല്ലാഹുവേ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ നിസ്കാരം നിർത്തിയത്. ഹുബൈബ് സുജൂദിൽ കടന്നുകൊണ്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാ നിസ്കരിക്കുമ്പോൾ കിട്ടിയ ഒരു സുഖമുണ്ടല്ലോ റബ്ബേ, എനിക്കത് ഇനി കിട്ടില്ലല്ലോ അല്ലാ. അല്ലാഹുവേ എന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തൂക്കുകയറിന്റെ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ്. ശത്രുക്കൾ കടന്നു വന്നു, ഹുബൈബ് തങ്ങളുടെ കഴുത്തിലേക്ക് കയറിട്ടു, അവിടെ നിന്ന് തൂക്കിക്കൊല്ലുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തൂക്കുമരത്തിൽ കിടന്ന് അവിടെ നിന്ന് യാത്രയാവുകയാണ്. അവിടുത്തെ ജനാസ ആർക്കും കൊടുക്കുന്നില്ല. ജനാസ ഇങ്ങനെ തൂക്കുമരത്തിൽ കെട്ടിക്കിട്ടിരിക്കുകയാണ്, ആർക്കും കൊടുക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അല്ലാഹുവേ അപ്പോഴാണ് ഒരു യുവത്വത്തിൻ്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വരികയാ. ഹുബൈബിൻ്റെ തല എനിക്ക് തരണേ, ഹുബൈബിൻ്റെ തല എനിക്ക് തരണേ. എന്തിനാണെന്നറിയോ? ഹുബൈബിൻ്റെ തലയോട്ടിയിൽ കള്ളൊടിച്ചു കുടിക്കാനാ ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ്. ഹുബൈബിൻ്റെ തലയോട്ടിയിൽ കള്ളൊടിച്ച് കുടിക്കാമെന്ന് ഞാൻ നേർച്ച ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. സുന്ദരിയായ പെണ്ണ് വന്ന് നിന്ന് യാചിക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ശരീരം വേണോ? എന്താണ് വേണ്ടത് നിങ്ങൾ പറ, എനിക്കൊന്നേ മതി, ഹുബൈബിൻ്റെ തല എനിക്ക് വേണം. അവസാനം ആ പെണ്ണവിടെ കിടന്ന് പറയുമ്പോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ എൻ്റെ ഹുബൈബിൻ്റെ ജനാസ ആരെങ്കിലും കൊണ്ടുവാ സ്വഹാബാ. അങ്ങനെ ഒരു സ്വഹാബി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തലയെടുക്കും, തലയതാ ജനാസ കൊണ്ടുവരുന്നതിന് വേണ്ടി പടച്ചവനെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? എല്ലാവരും കൂടെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തലയിടതാ അവിടുത്തെ തല വെട്ടിമുറിക്കുന്നതിന് വേണ്ടി അതാ അവരിങ്ങനെ കഷ്ടപ്പെടുകയാണ്. പെട്ടെന്നതാ പടച്ചവനെ അതാ പൊടിപടലിങ്ങൾ ഇങ്ങനെ പടരുകയാണ്, ഒന്നും കാണുന്നില്ല. ഈ സ്വഹാബിയാണെങ്കിൽ ഈന്തപ്പന മരത്തിൻ്റെ മുകളിൽ കയറി നോക്കുകയാണ്, പടച്ചവരെ ഒന്നും കാണുന്നില്ല. കുറേ സമയം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോ
സുബ്ഹാനല്ലാഹ്. ഹുബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. ചെറുപ്പക്കാരാ, നിന്നെ പോലെ ജീവിച്ചിരുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ കാണുന്നില്ല. സ്വഹാബി ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ മുന്നിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. ജീവിതത്തിന്റെ അഭിലാഷം, ജീവിതത്തിന്റെ അവസാന അഭിലാഷം എന്താണെന്ന് ചോദിക്കുമ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ കാണുന്നില്ലെന്ന് പറയുമ്പോ മുത്തുനബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ സഹാബാ? ഹുബൈബിനെ മലക്കുകൾ കബറടക്കി സഹാബാ. ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ കബറടക്കിയതും മലക്കുകളാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോയി നിസ്കരിച്ച വാപ്പാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര രോഗമാണെങ്കിലും, വയ്യാതെ കിടക്കുകയാണെങ്കിലും, എത്ര വലിയ തിരക്കാണെങ്കിലും, എത്ര വലിയ ജോലിയാണെങ്കിലും, അല്ലാഹുവിൻ്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കുന്ന വാപ്പമാരെ, നിസ്കരിക്കുന്ന ഉമ്മമാരെ, നിന്റെ മക്കളുടെ ഭാര്യമാര്, ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങള് നമസ്കരിക്കാതെ വീടിൻ്റെ അകത്തിരിക്കുമ്പോ രോഗം പിടിച്ച നീ എഴുന്നേറ്റ് ഉതവെടുത്തിട്ട് നീ നിസ്കരിക്കുന്നത് വെറുതെയല്ല ഉമ്മാ. നിനക്കല്ല തരുന്ന പ്രതിഫലമെന്താ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. പടച്ചവനെ, അതാ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് വേദന സഹിക്കാൻ കഴിയാതെ നീ കടന്നു പിടയുന്ന ഒരു സമയമുണ്ടല്ലോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ വല്ലാതെ കൃത്യനിഷ്ഠത കാണിക്കുന്ന ഒരു മനുഷ്യനാണ്. അല്ലാഹുവേ, സുബഹിക്ക് പള്ളിയിലേക്ക് നടന്നാണ് പോകുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുമ്പോൾ ഒരു ദിവസം ഒരു പ്രായം ചെന്ന മനുഷ്യനെ കാണുകയാണ്. അല്ലാഹുവേ, അവിടെ നിന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ വല്ലാത്ത പരിമളമാ, വല്ലാത്ത സുഗന്ധമാ. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയി സുബഹി നമസ്കാരം കഴിഞ്ഞു. എല്ലാവരും നോക്കുമ്പോൾ മുഖം വല്ലാതെ പ്രകാശിക്കുന്നു. പടച്ചവനെ, താടിയെല്ലാം നരച്ചിരിക്കുന്നു. കാണാനും തഴകെന്നറിയോ, പള്ളി മുഴുവനും സുഗന്ധമാ. അവസാനം അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനോട് എല്ലാവരും ചോദിച്ചു, കൂടെ ഒരു പ്രായമുള്ള മനുഷ്യൻ വന്നല്ലോ, അതാരാ അതാരാ? അവിടെ നിന്ന് തങ്ങൾ പറയും, ഞാൻ നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ കാണാറില്ല. അവസാനം അവിടെ നിന്ന് ചോദിച്ചു, അതാരാ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ആരെന്നറിയുമോ? അല്ലാഹുവേ, മഹാനായ ഖിളിർ നബി അലൈഹിസ്സലാം സുബഹിക്ക് പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ നടന്നു പോയപ്പോ അല്ലാഹുവേ ഖിളിർ നബിയെ കാണിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ ആ സ്വഹാബിയാട് അവസാനം മരണത്തോട് മല്ലടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഭാര്യ അടുത്ത് വന്ന് നിന്നിട്ട് ഖിദ്മത്ത് ചെയ്യുകയാണ്. കാരണം ഭർത്താവ് പോകുകയാ. അവസാനം അവിടെ നിന്ന് യാത്ര പറഞ്ഞു, അവിടെ നിന്ന് പൊരുത്തം ചോദിച്ചു. എന്നിട്ട് മഹാനവറുകൾ ഭാര്യയോട് പറയുന്നു, പെണ്ണേ, ഞാൻ പോകുകയാ, എന്നെ കൊണ്ടുപോകാൻ എൻ്റെ കൂട്ടുകാര് വരുന്നു. എന്നെ കൊണ്ടുപോകാൻ എൻ്റെ വീട്ടിലേക്ക് അതിഥികൾ കടന്നു വരുന്നു. അതുകൊണ്ട് നീയൊന്ന് വീടിൻ്റെ വെളിയിലിറങ്ങുമോ? ഒരു ഭർത്താവ് മരിക്കുന്ന സമയം ഭാര്യയോട് പറയുകയാണ്, നീ എൻ്റെ വീടിൻ്റെ വെളിയിലിറങ്ങ്. ഭാര്യ വീടിൻ്റെ വെളിയിലിറക്കി. സുബ്ഹാനല്ലാഹ്.
അതാ അവിടെ നിന്ന് നോക്കുമ്പോൾ വീടിൻ്റെ അകത്ത് സംസാരം കേൾക്കുകയാ. ഭർത്താവ് ആരോടോ റൂമിൻ്റെ അകത്ത് കിടന്ന് സംസാരിക്കുകയാണ്. പടച്ചവനെ, ഭാര്യ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നോക്കുമ്പോ അല്ലാഹുവേ, വീടിൻ്റെ അകത്ത് വല്ലാത്ത പരിമളമാണ്, വീടിൻ്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാണ്. അവസാനമല്ല, ഭാര്യ നോക്കുമ്പോൾ തൻ്റെ ഭർത്താവ് ഖുർആനിലെ ഒരായത്തോകുകയാ. ഖുർആനിലെ ഒരായത്തോതിയിട്ട്, അല്ലാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ ഒരു ആയത്തോതിയിട്ട് പിന്നെ വീടിൻ്റെ അകത്ത് ശബ്ദമില്ല. ഭാര്യ ചെന്ന് നോക്കുമ്പോൾ റൂമിൻ്റെ അകത്ത് വല്ലാത്ത പരിമളമാ. മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, ചിരിച്ചുകൊണ്ട് കിടക്കുന്നു വാപ്പാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, നിങ്ങളാരും നിസ്കരിച്ചത് വെറുതെയല്ല, നിങ്ങളാരും പള്ളിയിൽ പോയത് വെറുതെയല്ല. പെങ്ങളെ, നീ മരിക്കുന്ന സമയത്ത് നിന്റെ ഭാഗത്ത് മലക്കുകൾ നിന്നിട്ട് അല്ലാഹ് വഅബ്ശിറൂ ബിൽ ജന്ന, നിനക്ക് സ്വർഗം കാണിച്ചു തരും ഉമ്മ, അത് കണ്ടിട്ടേ നീ മരിക്കും ഉമ്മ. അതുകൊണ്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങള് മക്കളോട് പറയുന്നു, മോനെ എഴുന്നേക്കടാ, അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ, ജമാഅത്തായി നിസ്കരിച്ചാ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്ത്? മരിക്കുന്ന കാലം വരെ നിനക്ക് അല്ലാഹു അന്നം മുടക്കൂല, പടച്ച റബ്ബ് നിനക്ക് റിസ്ക് തരും മോനെ. 2, അല്ലാഹു നിനക്ക് നല്ല മരണം തരും പൊന്നുമോനെ. ഉറങ്ങുന്നവനോട് മോനെ എഴുന്നേക്കടാ, അല്ലാഹു നിനക്ക് നല്ല മരണം തരും മോനെ എന്ന് പറഞ്ഞാൽ എഴുന്നേക്കാത്ത മകനുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു നിസ്കരിച്ചാൽ അല്ലാഹു നല്ല മരണം തരും. 3, നിന്റെ ജനാസ മലക്ക് കബറടക്കും മനുഷ്യ. ചുമന്നിയെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹുവേ, മനുഷ്യര് മാത്രമല്ല ആ കൂട്ടത്തിൽ മലക്കുകളും കടന്നു വരികയാണ്. 4ാമത്തെ പ്രതിഫലമെന്താ? 4ാമത്തെ പ്രതിഫലമെന്താ? ഒരു വാപ്പ തൻ്റെ പൊന്നുമകനോട് പറഞ്ഞു കൊടുത്ത 4ാമത്തെ കാര്യമെന്താണ്? മൈക്ക് സെറ്റ് ചതിച്ചാൽ കഴിഞ്ഞു, പിന്നെ ഒന്നും പറയില്ല. പാവപ്പെട്ടവന് ജീവിക്കാനായിരിക്കണേ, ഞാൻ ആരുടെ അന്നം മുടക്കണ ആളല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.